ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ വാഗേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിവിടെ വന്നതാണ് ഏകദേശം ഒരു വർഷം മുമ്പ്. എന്നിട്ട് ഷഹനേൻ്റെ ഒരു കല്യാണ വീഡിയോ നമ്മൾ എടുത്തിരുന്നു. ആ ഷഹനയ്ക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ കല്യാണം റെഡിയായില്ല. അപ്പോൾ അതിൽ നമ്മൾ ആ സമയത്ത് ഗൾഫിലെ അവളെ ഉപ്പാൻ്റെ നമ്പറായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ വിളിച്ചിട്ടുണ്ട്, പക്ഷേ നാട്ടിലുള്ള ഒരാൾക്ക് ആ നമ്പറിൽ വിളിക്കാനുള്ള ബുദ്ധിമുട്ട് വന്നതുകൊണ്ടോ എന്തോ അറിയില്ല, അവർക്ക് കോളുകളൊന്നും അത്ര കണ്ട് വന്നിട്ടൊന്നും ഇല്ല. അപ്പോൾ അവൾക്ക് ഇനി നമുക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തണം. അതാണ് രണ്ടാമതൊന്നുകൂടെ ചെയ്യുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ ഒരു വയസ്സാണല്ലോ കൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ വേണം. ഇപ്പോൾ ഇരുടാണ്, ഞാനിവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആയി പോയിക്ക്. അപ്പോൾ 7:30 കഴിഞ്ഞ് ഓരോ സ്ഥലത്ത് പോയി വരണമല്ലോ. അപ്പോൾ ഇങ്ങനെ കയറി വരുന്ന അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മൾ വേഗം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഷഹന, വലൈക്കും സ്ലാം. എന്തൊക്കെയാ വിശേഷങ്ങള്? ഷഹനക്ക് നാളെ എക്സാം ആണല്ലേ? അന്നേരാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞോ? തീരാറായില്ലേ? +1-ൻ്റെതാ? ഏതാ നാളെ? നമുക്ക് വേഗം നിർത്തിയിട്ട് ഞാൻ വേഗം പോവാ. ഷഹന അവിടുത്തെ ഇത് മാറ്റണം കേട്ടോ. ടീ പോയി അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കോളുകള് വന്നില്ലായിരുന്നോ? കോളുകൾ കുറവായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗൾഫിലെ നമ്പർ കൊടുത്തോണ്ട് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അതൊക്കെ വേണം. ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താകുമ്പോ അത് കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ, ഡ്രൈവിംഗിലാകുമ്പോ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ. പിന്നെ വിളിച്ചോര് ഫുള്ള് മാരേജ് കഴിഞ്ഞോര്, അങ്ങനെ നിലവിൽ ഭാര്യമാരുള്ളോര്, കുട്ടികളുള്ളവര്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് പറ്റിയ അല്ലാത്ത കേസുകളൊന്നും വന്നില്ലല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോൾ അതിൽ ഇവർ പറയാറുണ്ട് നിലവിൽ ഭാര്യമാരുള്ള പോലെ കല്യാണം നമുക്ക് വേണ്ട എന്നുള്ളത്. പക്ഷെ എന്നിട്ടും ആളുകൾ വിളിക്കൂ. അപ്പോൾ എന്ത് ചെയ്യാനാണ്? ഇനി ഈ വീഡിയോയിൽ ആരും അത്തരക്കാർ വിളിക്കരുത്. വേറെ എന്തെങ്കിലും മോശപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാരണം കോള് തന്നെ മൊത്തത്തിൽ തന്നെ കോള് കുറവാണല്ലോ അല്ലേ? കോൾ അതെ, അത് നമ്മളെ നാട്ടിലെ നമ്പർ കാര്യം കൊടുത്തില്ലായിരുന്നല്ലോ. ഇനി നമുക്കൊരു പുതിയ സിം എടുത്തിട്ട് അത് ആരെങ്കിലും ആണുങ്ങൾ ഡീൽ ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി കോളുകളൊക്കെ വരികയായിരിക്കും. ഷേനയ്ക്ക് എത്ര വയസ്സായി? 29 അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ 8 വയസ്സിലാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഒരു വർഷം കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഷാനക്ക് ഇപ്പോൾ 29 വയസ്സാണ് ആയത്. നമുക്കൊരു 35 ആ ഒരു വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചന അല്ലേ വേണ്ടിയത്? 36 അതെ, 35-36 അല്ലേ? മാക്സിമം അത്ര അല്ലേ? ആ ഒരു വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനകളാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഒരുപാട് വയസ്സ് കൂടുതൽ, ഒരുപാട് വ്യത്യാസമുള്ള ആളുകളൊന്നും വിളിക്കരുത് കേട്ടോ. ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിലുള്ളവർ മാത്രം വിളിക്കുക. ഷാനയ്ക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് അല്ലേ? വാക്കർ ഉപയോഗിച്ച് വീട്ടിലെല്ലാം എല്ലാ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യും. പുറത്തേക്ക് അതെ ചെയ്യും. പിന്നെ ഈ ഇപ്പൊ മറ്റേ ഇതൊക്കെ ഉണ്ടാക്കലുണ്ടോ? ക്രാഫ്റ്റ് വർക്ക് നിർത്തിയതാണ് അല്ലേ? പുറത്തേക്കൊക്കെ ഈ പോലുണ്ടോ? വാക്കർ ഈ ക്ലാസ്സിലൊക്കെ എങ്ങനെ പോലെ ഒറ്റക്ക് തന്നെയാണോ? ഇവിടെ അടുത്താണോ സ്കൂള്? അപ്പൊ അവിടത്തേക്ക് ബസ്സിൽ പോവാണോ? വണ്ടിയിലാക്കും, അവിടുന്ന് വാക്കർ ഉപയോഗിച്ച് പോകും. അത് ശരി. അപ്പോൾ വേറെ പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? ഈ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ? പിന്നെ കൊറേ അതെ, ബലക്കുറവാണ്. വലത് കഴിക്കില്ല. ചെറുപ്പത്തിൽ ഉമ്മയുടെ കൈന്ന് തെന്നിപ്പോയതാണ്. മടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതെ അങ്ങനെ ഉള്ള പിടിച്ചപ്പം ഈ കൈന്റെ ഷോളറുടെ അതെ ആ ഒരു അങ്ങനെ വന്നതാണ് അല്ലേ? കൈ കൊണ്ട് ഫുഡൊക്കെ കഴിക്കും. എന്നാലും ഈ മൊത്ത കുത്താന്, മുടി വെട്ടാന്, ചെറിയ ചെറിയ
കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ആ ഒരു ബുദ്ധിമുട്ട് മാത്രം. ഷഹന ഇപ്പൊ നമ്മൾ എക്സാം ആണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട 29 വയസ്സ് ഓളിപ്പം +1 എത്തിയിട്ടേ ഉള്ളൂ എന്ന്. അപ്പോൾ ഓള് പിന്നീട് അത് പഠിച്ചെടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതുപോലെ 10ാം ക്ലാസ്സൊക്കെ അങ്ങനെ പഠിച്ചെടുത്തിയാണ് അല്ലേ? വൈകിട്ട് 10+2 ഒക്കെ അങ്ങനെ പഠിച്ചെടുത്തതാ. ഇനിയിപ്പോ +2 കഴിഞ്ഞിട്ട് ഓൾക്ക് വേറെ എന്തെങ്കിലും നല്ല കോഴ്സിനൊക്കെ ചേരണം എന്നൊക്കെ ഉണ്ടാ? ഡിഗ്രിക്ക് പോയിട്ട് അങ്ങനെ കൗൺസിലിങ്ങിന്റെ മേഖലയിലേക്ക് കയറാനാണ് എനിക്ക് ആഗ്രഹം. കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ നടക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു ഹസ്ബൻഡിനെ നമുക്ക് കണ്ടെത്താനും പറ്റട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഓളെ മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും മറ്റേ വീഡിയോയും ഇതിൻ്റെ ഉണ്ട്. നിങ്ങൾ ഈ ചാനൽ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. ഏകദേശം ഒരു ഫസ്റ്റ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയപാട് ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ പിന്നെ ഷഹനേൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓളെ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. കൂടുതലായിട്ട് ഇതിലും പറയാനുണ്ടെങ്കിലും പറഞ്ഞതാണ് കേട്ടോ. 36 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ആലോചനയല്ലേ നമുക്ക് വേണ്ടിയത്. അപ്പോൾ ആ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡിവോഴ്സ് ആയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ആലോചന നമ്മൾ സ്വീകരിക്കുക. പിന്നെ കുട്ടികളെ ബാധ്യതകളൊന്നും ഇല്ലാത്ത അങ്ങനത്തെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അതേപോലെ നിലവിൽ ഭാര്യമാരുള്ള ആലോചന നമുക്ക് വേണ്ട കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് വിളിച്ചു എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയുള്ള ആളുകൾ ഇതിലേക്ക് വിളിക്കരുത്. പിന്നെ പേപ്പറൊന്നും ക്ലിയർ ആവാത്ത തെറ്റി നിൽക്കുന്ന അങ്ങനെയുള്ളവരും വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓള കാര്യം ഇപ്പോൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ തെറ്റി നിൽക്കുന്ന പോലെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് നന്നായാലോ എന്നൊക്കെ ഉള്ള. അപ്പോൾ ലീഗലി ആയിട്ട് ഡിവോഴ്സ് ആയ ആൾക്കാരുടെ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അല്ലേ? നിയമപരമായിട്ട് ഡിവോഴ്സ് ആയ ആൾക്കാർ മാത്രം ബന്ധപ്പെടുക. ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കല്യാണം നടത്തണം. വേറെ എന്താ പറയാനുള്ള വരാൻ പോകുന്ന ഹസ്ബൻഡിനെ പറ്റിയുള്ള? എന്നെ പഠിപ്പിക്കാൻ വിടണം ജോലിക്ക്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പരിമിതിന്റെ ഉള്ളിൽ നിന്നിട്ട് പഠിച്ചതാണ്. അപ്പം എന്നെ പഠിപ്പിക്കാൻ വിടണം എന്നുള്ള ഒരാഗ്രഹം ഇതുണ്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പ് വന്നുള്ള കല്യാണത്തിനൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ വിടൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒഴിവായതാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, നടക്കാൻ പറ്റാതെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ സാധിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായും അതെ. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ പിന്നെ എത്രയും പെട്ടെന്ന് ഉള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കണം. നമ്മളെ ജീവിതത്തിൽ നമ്മളെ ആഗ്രഹങ്ങൾ നമ്മൾ ചെറിയ ബുദ്ധിമുട്ട് മൂലം നടക്കാതെ ആയിപ്പോകരുത്. എല്ലാം നടക്കണം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം നമ്മളെ പാർട്ട്ണർ. അല്ലാണ്ട് അത് തല്ലിക്കെടുത്തുന്ന ഒരാളാവരുത്. അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരാൾ തന്നെ ആവട്ടെ. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ. രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞില്ല. ഇനി ഷാനേന്റെയും കൂടിയാണ് കഴിയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഒരാളുടെ അല്ലേനോ കഴിഞ്ഞുള്ളൂ. മറ്റേ ആളെ കഴിഞ്ഞില്ലേനോ? അത് ഈ ഇടക്ക് അതും കഴിഞ്ഞില്ല. ഉറപ്പിച്ച് വെച്ചിരുന്നു. ആ ഒരു സമയല്ലേ അത്? ഉപ്പ ഗൾഫിലല്ലേ? അതെ. ഷാനയ്ക്ക് വേറെന്താ പറയാനുള്ള? എന്താ പറയാനുള്ള വെച്ചാല് ദീനി പോലത്തെ നല്ല ദീനിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഖുർആനൊക്കെ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പം ഖുർആനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ദീനിയായിട്ടുള്ള ഒരാള്, എന്നെ മനസ്സിലാക്കുന്ന ഒരാള്, എൻ്റെ കുറവുകൾ, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും. പിന്നീട് എനിക്ക് സങ്കടം വരാൻ പാടില്ല. എൻ്റെ കുടുംബത്തിനും എൻ്റെ ഫാമിലിക്കും സങ്കടം വരാൻ പാടില്ല. സന്തോഷം മാത്രമേ വരാൻ പാടുള്ളൂ. ലാസ്റ്റ് ഉപ്പാക്കും ഉമ്മാക്കും ഒരു കണ്ണീരിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്താതെ വെക്കും. തീർച്ചയായും. അപ്പോൾ അവളെ കല്യാണം നടക്കണം. അവൾ പറഞ്ഞ പോലെ തന്നെ കല്യാണം എങ്ങനെയെങ്കിലും അങ്ങ് നടക്കലല്ല, ആരെങ്കിലും അങ്ങ് കെട്ടലും അല്ല. ആ കെട്ടുന്ന ആൾ മരണം വരെ നോക്കുക, അവളെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിന്നെ ഞാൻ കെട്ടിയത് എൻ്റെ ഒരു അവതാരമാണ്, അല്ലെ എൻ്റെ ഒരു സഹതാവാണ്, ഇനി എൻ്റെ അടിമയായിട്ട് ജീവിക്കണം എന്നുള്ള കൺസെപ്റ്റുള്ള ആളുകളൊന്നും മുമ്പോട്ട് വരേണ്ടതില്ല. ഇവരുടെ വിവാഹം എന്തോ ഒരു സംഭവമാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളതിങ്ങനെ മാറ്റി ഇതും നോർമലാണ് എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോഴും അത് അതിൻ്റെ ഒരു സെൻസിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്.
ഇപ്പം നമ്മൾ വിവാഹം നടത്തുന്ന ആളുകളുടെ അടുത്ത് തന്നെ പോയിട്ട് പാർട്ട്ണർ നോർമലാണെങ്കിൽ, ഇപ്പം പയ്യനാണെങ്കിലും പെണ്ണാണെങ്കിലും ഡിഫറെൻ്റ് ഏബിൾഡായ ഒരാളെ സ്വീകരിക്കുമ്പോൾ ഒരു നോർമലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിവാഹം ചെയ്യുന്നത് എന്ന് കുത്തി ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങളത്, ഈ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഡിഫറെൻ്റ് ഏബിൾഡായ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാത്തത്? കാലം എത്ര മാറിയാലും നമ്മളെ മനസ്സിൽ ഇത്തരം എന്താ പറയുക, അത്രയും മോശപ്പെട്ട ആ ഒരു ചിന്താഗതി മാത്രം മാറാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അതൊക്കെ മാറണം. ഇവരെ പോലെ ഞാനിപ്പോൾ ഓരോ ആളുകളും ഇപ്പം എന്നെ വിളിക്കുന്നത് കാണുമ്പോൾ ഇത്രയും ആളുകളൊക്കെ കല്യാണം കഴിക്കാനുണ്ടോ എന്നുള്ള അതിശയിച്ച് പോവുകയാണ്. നാട്ടിൽ മൊത്തം പെൺകുട്ടികളില്ല കല്യാണം കഴിക്കാൻ, യുവാക്കളൊക്കെ നാട്ടിൽ വന്നിട്ട് പെണ്ണ് കിട്ടാണ്ട് തിരിച്ചു പോകാനൊക്കെ ഒരു ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്. മറുഭാഗത്ത് നിസാരമായ കാരണങ്ങൾ കൊണ്ട് കല്യാണം നടക്കാത്ത ഒരുപാട് പെൺകുട്ടികളും. ചെറിയ ചില വെട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും. പക്ഷേ അത് ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഈ ശരീരം, നമ്മളെ ഈ സൗന്ദര്യം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതൊന്നും പെർമനൻ്റ് അല്ല. ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടങ്ങളോ സംഭവിച്ചാൽ അതൊക്കെ തീരാവുന്നതേ അതൊക്കെ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മറ്റുള്ളവരോട് ഒരു കരുണ കാണിക്കാനും, നമ്മളൊരു പാർട്ട്ണർ ആയാലും ശരി, ഒരു ആവശ്യം അവൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരാളെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. അപ്പോൾ നമ്മളെ തീരെ ഇഷ്ടമില്ലാത്തൊരു പാർട്ട്ണർ നമുക്കുള്ളത് നരകതുല്യമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അങ്ങനെ ഇഷ്ടമില്ലായ്മയൊക്കെ വരുമ്പോഴാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്, ഈ ഒളിച്ചോട്ടങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. മനസ്സിലാക്കുന്ന ഒരാളെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. അപ്പോൾ ഷാനേനെ സ്വീകരിക്കാൻ നല്ല മനസ്സിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മുമ്പോട്ട് വരണം. അവൾ നല്ല സ്മാർട്ടാണ്. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് അതൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നടക്കാനുള്ള ബുദ്ധിമുട്ട് അവൾക്ക് വന്നത് അവളുടെ കുറ്റമല്ലല്ലോ, അതങ്ങനെ സംഭവിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കി അവളെ സ്വീകരിക്കുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. തീർച്ചയായും. പിന്നെ ഷാന ഭാഗ്യവതിയാ. കാരണം സ്വന്തം കാര്യങ്ങൾ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഭാഗ്യന്മാരാണ്. അതിന് പറ്റാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കാണലുണ്ടടാ. അപ്പോൾ ഷാനക്ക് ഇത് ജന്മന ഉള്ളതായിരുന്നാ? ജന്മനല്ലാണ് അല്ലേ? പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിക്കാനൊന്നും പോയില്ല. അങ്ങനെ സ്റ്റോപ്പായി. അതാണ് ഇപ്പൊ പിന്നെയും ബ്രദറിന്റെ ഒക്കെ സപ്പോർട്ടോടുകൂടെയാണ് രണ്ടാമതും തുടങ്ങിയത്. കാരണം ഞാൻ വീട്ടിലിരിക്കുമ്പോ എനിക്ക് ഒന്നുകൂടി ടെൻഷൻ കൂടാണ്. അതെ. അപ്പം പുറത്തേക്ക് മാറി പോകുമ്പോ ഒരു ടെൻഷൻ ബാധിക്കില്ലല്ലോ. ഇപ്പൊ എനിക്ക് പുറത്ത് പോവുകയും കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ, ഞാൻ കൗൺസിലിംഗ് ക്ലാസ് രണ്ട് കോഴ്സ് എപ്പം ചെയ്തു ഓൺലൈനായിട്ട്. അപ്പോൾ അവരൊക്കെ കുറച്ചൊക്കെ വൈകല്യമുള്ള കുട്ടികൾ തന്നെയാണ്. അവരെ കൂടെ ജീവിക്കുമ്പോൾ എൻ്റെ വൈകല്യം ഞാൻ മറക്കുകയാണ്. അപ്പോൾ ഇപ്പം അടുത്ത് ഞാൻ ഒരു കല്യാണത്തിന് പോയി. ഇപ്പം അടുത്ത് തന്നെ ഒരു കല്യാണത്തിന് ഞാൻ പോയി. വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ പോയത്. നല്ല അടിപൊളിയായിരുന്നു കല്യാണത്തിനൊക്കെ പോയി സന്തോഷത്തോടു കൂടെ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ എനിക്കൊരു കുറവായി തോന്നില്ല. പിന്നെ അവരെ കൂടെ യാത്ര പോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും അതാണ്. സഹോദരങ്ങളെ പോലെ കഴിയുന്നവരാണ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ടുണ്ട്. അതിൽ ഞങ്ങൾ സഹോദരങ്ങളെ പോലെയാണ് എല്ലാവരും. നല്ലതാണ്. ഒരു ഫാമിലിയിലേക്കൊക്കെ നമ്മൾ പോവുകയും കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോൾ എന്നോടുള്ള ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിലുള്ള സാർമാരൊക്കെ പറയും, സ്കൂളിൽ നിന്ന് പിരിഞ്ഞാൽ ഞങ്ങൾ മനസ്സിൽ നിന്ന് പിരിഞ്ഞാൽ എന്തൊരാവശ്യം ഉണ്ടെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറയും. ഇപ്പം എക്സാമിന് തന്നെ ഞാൻ സ്ക്രൈബിനെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ അല്ല, അപ്പം അവർ കിട്ടിയിട്ടില്ലെങ്കിൽ പറയും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ആഗ്രഹങ്ങൾ എനിക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉംറക്ക് പോവാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത് ഇൻഷാല്ലാ പോകണം. അത് ഞാൻ നടക്കാൻ പറ്റാണ്ടായപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഉംറക്ക് പോകാമായിരുന്നു നിയത്ത് ചെയ്തതാണ്. പിന്നെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആളെയും കൂട്ടി പോകണമെന്ന് ആഗ്രഹം, ഏറ്റവും ആഗ്രഹം. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ഹസ്ബൻഡിനെയും കൂട്ടി ഉംറക്ക് പോകാനുള്ള ഒരു ഭാഗ്യം. ഇപ്പാൻ്റെയും കൂടെ പോയി കഴിഞ്ഞാലും ഇനി രണ്ടാമത് ഓരെ കൂട്ടിയിട്ട് പോകണം. അതിനും കൂടെ മനസ്സിലുള്ള ഒരാളെ എനിക്ക് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും. ഷന, ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ?
ആ കാലിന് ചെറിയൊരു പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നമാവരുത്, ചെറിയൊരു ഇങ്ങനെ ഉപ്പൂറ്റി നിലത്തൂത്താൻ പറ്റാതെ ചെറിയൊരു, പിന്നെ ഞാൻ വീഴുക അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യുമ്പോഴാണ്. നമ്മൾ എടുക്കാനൊക്കെ ഉള്ള ഒരു ആരോഗ്യമുള്ള ഒരാളായിരിക്കണം. ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വിഷയമല്ല. ജോലിക്കൊക്കെ പോയി നമ്മളെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. അവരെ നമ്മളെ കൊണ്ട് അങ്ങനെ അതെ ശാരീരികപരമായിട്ട് അവരെ നമ്മളെ കൊണ്ട് താങ്ങാനും എടുക്കാനും നോക്കാനൊന്നും പറ്റൂല. പക്ഷെ അവരെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ഒരാളായിരിക്കണം. ഷഹനാനെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ടുണ്ടല്ലോ ഒരു സപ്പോർട്ട്, അപ്പൊ അത് തന്നു കഴിഞ്ഞാൽ തളർച്ച ഉണ്ടാവൂല എന്നാണ്. അതെ തീർച്ചയായും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിക്കോട്ടെ, ചെറിയ ബുദ്ധിമുട്ട് പ്രശ്നമില്ല. ഇപ്പോൾ ഓള് പറഞ്ഞ പോലെ ഓള് സപ്പോസ് ഇപ്പോൾ വീഴലെന്ന് പറഞ്ഞാൽ എപ്പോഴും വീഴുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊന്നും അല്ല അവൾ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ലിപ്പായി ഒന്ന് കാല് തെറ്റി അങ്ങനെയൊക്കെ ആയാൽ അവൾ എടുത്ത് എണീപ്പിക്കാനും ഞാനൊന്ന് സ്ലിപ്പായി പോയ ഉമ്മാക്കോ ഉപ്പാക്കോ രണ്ടാക്കും പൊക്കാൻ കഴിയാത്തൊരവസ്ഥ, ഉമ്മാക്ക് തീരെയും പൊക്കാൻ പറ്റൂല. അതെ തീർച്ചയായും. പ്രായം കൂടുന്നതിനനുസരിച്ച് ഓരോ ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പൊ പ്രായം കൂടണമെന്നൊന്നും ഇല്ലടാ. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നടുവേദന കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. പഴയ പോലെയുള്ള വർക്കൗട്ടുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പണ്ട് പറമ്പിലുള്ള പണികളായാലും ഒക്കെ ആളുകൾ ഭയങ്കര ദൃഢമായ ആൾക്കാരായിരുന്നു. ഇപ്പോൾ ജിമ്മിന് പോകുന്നതല്ലാതെ നമ്മളൊക്കെ വേറെ ശരീരം കൊണ്ടുള്ള അധ്വാനങ്ങൾ കുറവല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മുട്ടുവേദന ഇതൊക്കെയാണല്ലോ ഇടയ്ക്ക് തന്നെ പറയാറുണ്ട്, നിന്റെ ഉമ്മക്ക് പ്രായമായി. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് കുറച്ചൊരു ടെൻഷൻ കാരണം അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, എനിക്ക് എൻ്റെ സങ്കടം ഞാൻ ഒന്നാമത് ഉമ്മാനോട് പലരും ഇങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഒക്കെ ബ്രദേഴ്സിൻ്റെ അടുത്താണ് ഷെയർ ചെയ്യാറ്. കാരണം അവർക്കത് താങ്ങാൻ പറ്റില്ല എന്നെനിക്കറിയാം. കാരണം എൻ്റെ സങ്കടം അവർക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് പറയാം. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാറില്ല. അപ്പം എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയ ഒരാളായിരിക്കണം, എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം. തീർച്ചയായും. അങ്ങനെയുള്ള ഒരാളെ എത്രയും പെട്ടെന്ന് ഷഹനാനെ തേടി വരട്ടെ അല്ലേ. അങ്ങനെ വരുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളായാലും കുഴപ്പമില്ല. ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് വേണ്ടെന്നാണ് ഇവര് പറഞ്ഞത്. കോഴിക്കോട്, വയനാട്, കണ്ണൂര് പറ്റുമോ? കണ്ണൂരൊക്കെ ലോങ് ആണ്. വയനാട് എളുപ്പല്ലേ? എനിക്ക് അല്ലേ, നമ്മ കണ്ണൂർ കൂടി നോക്കാം. ഇനിയിപ്പോ ഏറ്റവും അടുത്താന്ന് അത്രയും നല്ലത്. പിന്നെ ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ തയ്യാറുള്ള ഒരാളൊക്കെ ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ലല്ലോ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് മലപ്പുറം, വയനാട്, അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മള് യാത്ര പോവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അതെ തീർച്ചയായിട്ടും. അവർക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരാളെ തന്നെയാണ് മാക്സിമം നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പോൾ അല്ലാതെ അങ്ങോട്ട് കെട്ടിച്ചു വിടാനാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്താന്നുള്ളതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ഇപ്പൊ ഈ 3 ജില്ലകൾ നമുക്ക് നോക്കിയിട്ട് എന്തായാലും ചെയ്യാം. തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് പഠിച്ചു. അത് ജോലിയുള്ള ഒരു ഭാര്യ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലക്കി അല്ലടാ. അതൊന്നും ആരും വിടാണ്ട് നിൽക്കൂല എത്രയും പെട്ടെന്ന്. അതെ തീർച്ചയായും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാള് തന്നെ എത്രയും പെട്ടെന്ന് ഷഹനാനെ തേടി വരട്ടെ. വേറെന്തെങ്കിലും ഷഹനക്ക് പറയാനുണ്ടോ? തീർച്ചയായിട്ടും എല്ലാരും കൂടെ ഉണ്ടാവും. എല്ലാരും ഷെയർ ചെയ്യും, ദുആ ചെയ്യുകയൊക്കെ ചെയ്യൂട്ടാ. ഇൻഷാ അല്ലാഹ് ഷഹന ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഷഹന പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ നമ്മൾ പക്വതയോടുകൂടി തന്നെ അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവളെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. അപ്പോൾ ഉപ്പയും ഉമ്മയും അവർക്ക് കൊല്ലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പ്രായമായി വരികയാണ്, നമുക്കറിയാലോ. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും എങ്കിൽ പോലും ഒരാളുടെ സപ്പോർട്ട് പല ഘട്ടങ്ങളിലും ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പാർട്ട്ണർ, അതാണ് നമ്മൾ തേടുന്നത്. ഇപ്പോൾ 29 വയസ്സായി, ഇനി നമുക്ക് ലേറ്റ് ആക്കാൻ സമയമില്ല. ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്.
ഒരു 36 വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുള്ള ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യണം. ഓവർ വയസ്സുള്ള ആളുകൾ ഇത് കോൺടാക്റ്റ് ചെയ്യരുത്. നിലവിൽ ഭാര്യമാരുള്ളവരും കോൺടാക്റ്റ് ചെയ്യരുത്. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഗൾഫ് നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ വളരെ നോക്കിയിട്ട് മാത്രം ഫോൺ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കാൻ നിൽക്കുകയും വേണ്ടാന്ന്. അപ്പോൾ ആ ഗൾഫിലുള്ള ആളുകൾ, ഷാനേനെ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഗൾഫ് നമ്പറിൽ നിന്ന് വിളിക്കാണ്ട് നിങ്ങളെ കുടുംബക്കാരും പരിചയക്കാരും ബന്ധുക്കളുടെ നാട്ടിലുണ്ടാവുമല്ലോ, അവർക്ക് നമ്പർ കൊടുത്തിട്ട് നാട്ടിൽ നിന്ന് വിളിപ്പിക്കുക. എന്നിട്ട് അവരോട് പറയാം നിങ്ങൾ ഈ വീട്ടിൽ ഡയറക്റ്റ് പോയിട്ട് കുട്ടീനെ കാണുക, കാര്യങ്ങൾ സംസാരിക്കുക. അല്ലെങ്കിൽ ഒരു ഫോൺ കോളിനായാലും നാട്ടിൽ നിന്ന് വിളിക്കുക, എന്നിട്ട് സംസാരിക്കുക. അല്ലാണ്ട് അങ്ങനെ പറയാനെന്ന് വെച്ചാൽ ഗൾഫിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് എന്നുള്ളത് ശരിയാണ്, നമുക്കറിയാം. പക്ഷെ ഒരുപാട് ഫേക്ക് കോളുകൾ വരുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നത്, ട്രേസ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ധൈര്യത്തിൽ പലരും വിളിച്ചിടങ്ങാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഇനി മുതൽ പറയാൻ പോവുകയാണ്, ഗൾഫ് നമ്പർ, നെറ്റ് നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കണ്ട എന്നുള്ളത്. അതിൻ്റെ കാരണം ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാണ്ട് എല്ലാ ഗൾഫുകാരെയും ഞാൻ അങ്ങനെ ഒരിക്കലും പറയൂല. നമ്മളെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നിന്ന് 2-3 ആൾക്കാർ ചെയ്യുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, എല്ലാവർക്കും ബാധിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ 2-3 ആൾക്കാരെ മാത്രമായിട്ട് ആരാന്നറിയാണ്ട് നമ്മളെങ്ങനെ അവരെ ഇതാക്കുക? അതുകൊണ്ടാണ് മൊത്തത്തിൽ അങ്ങനെ ഒരു ഇത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ നാട്ടിലുള്ള നിങ്ങളാളെ കൊണ്ട് വിളിപ്പിക്കണം. ഇപ്പോൾ നേരിട്ട് കാണാണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളറിയാം. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ ഇവക്കൊന്നും അത് ബാധിച്ചിട്ടില്ല, പക്ഷെ ഒരുപാട് ആളുകൾക്ക് ബാധിച്ചവരുണ്ട്. ബാധിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഗൾഫിൽ അബുദാബിയിൽ, ആ ചങ്ങായിയാണ് മെയിൻ, അബുദാബിയിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഓരോ ആൾക്കാരെ നമ്മളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തരിടുന്ന പ്രൊഫൈലെല്ലാം എടുത്തിട്ട് ഇതാണ് ഞാൻ എന്നെല്ലാം പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുക്കും. ഇത് ഷിപ്പിലാണ് ജോലി, കൗൺസിലറാണ്, പിന്നെ ഭാര്യ ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്, അപ്പോൾ ഇനി ബുദ്ധിമുട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കാനാണ് തീരുമാനിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് വിളിക്കുവാണ് ഇവർ ചെയ്യുക. എന്നിട്ട് ഉമ്മമാരെ പെങ്ങന്മാരെ കൊണ്ടൊക്കെ വിളിപ്പിക്കാൻ വോയിസ് ചേഞ്ച് ചെയ്യുന്ന ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. ഭയങ്കര ഖുർആൻ്റെ പറ്റി നല്ല അറിവുണ്ട്, അതൊക്കെ അറിയാം. അതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കും. ഒരിക്കലും അവനോട് ദേഷ്യം പിടിക്കാൻ നമുക്ക് തോന്നൂല. ആ രീതിയിലുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കും, ഓവർ വിനയം കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് ഇങ്ങനെ ഇവരോട് മോശപ്പെട്ട ഫോട്ടോന് ചോദിക്കുക, അങ്ങനത്തെ ഒക്കെ ഉള്ള ഇതാണ്. ഇവനെ നമ്മൾ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിനുള്ള പ്രിക്കോഷൻ ഒരിക്കലും അവനിക്ക് തിരിച്ച് കിട്ടും. കർമ്മ ഒന്നുണ്ടല്ലോ, പഠിച്ചവൻ എനിക്ക് തിരിച്ച് നല്ല പണി. ഈ മക്കളുടെ ഒക്കെ ശാപം എനിക്ക് കിട്ടാണ്ടൊന്നും ആയിപ്പോല, അവനെ അതിൽ നിന്ന് വെന്തുരുകും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ നെറ്റ് കോള് വരുമ്പോൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി. ഞാൻ എല്ലാ വീഡിയോ എടുക്കുമ്പോൾ ആളുകളോട് അത്ര കണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. കാരണം പിന്നെ ഇവനായിരിക്കും അതെന്ന് അറിയൂലല്ലോ, അത്രയും കൺവിൻസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആളുകൾ വിശ്വസിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് നമ്പറിൽ നിന്ന് നമ്മൾ ഫോൺ എടുക്കൂല ആരും. അപ്പോൾ ഇനി ആരും എടുക്കണ്ട, നാട്ടിൽ നിന്ന് വിളിച്ചോട്ടെ കേട്ടോ, അത്രയും പറയാനുള്ളൂ. അപ്പോൾ ഷാനേൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നടത്തണം. ഓളെ മുഖത്ത് സന്തോഷം ഇനി ഒരുപാട് വരണം, ഓളെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം. അങ്ങനെയുള്ള നല്ലൊരു പാർട്ണർ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണ്. എല്ലാവർക്കും ബായ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.